സ്ഥിരം പൊളിറ്റിക്സിൽ നടക്കുന്ന ചർച്ച അതൊക്കെ ക്യാമ്പസിൽ ഉണ്ടാവുന്നുണ്ട്. ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജെൻസിക്ക് തീർച്ചയായിട്ടും പൊളിറ്റിക്സിൽ ഒരു ഐഡിയോളജി അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള വശം കൂടെ ചിന്തിച്ചിട്ടാണ് ജെൻസി മുന്നോട്ട് വരുന്നത്. ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാവുന്നത് ഇതൊക്കെ ശരിയാണോ? ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രൈവറ്റ് സ്കൂളിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ചെയ്യുക. അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഓക്കെ. പക്ഷെങ്കിൽ വിദ്യാർത്ഥികളെ മതം പറഞ്ഞ് വേർതിരിക്കുന്ന ഒരു പരിപാടി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പം ആദ്യമൊക്കെ സ്ത്രീകൾക്ക് ഒട്ടും എന്താ പറയുക, ഒരു വഴി നടക്കാനോ രാത്രി പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ ഇതൊരു സ്ലോ പ്രോസസ്സാണെന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. പതിയെ പതിയെ സൊസൈറ്റി മാറി വരുന്നുണ്ട്. എന്താ തോന്നുന്നത്? വുമൺ എംപവർ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾക്കുള്ള ശത്രു. അതാണ് ഫസ്റ്റത്തത്. പിന്നെ ഈ പറയുന്ന സേഫ്റ്റി എന്ന് പറയുന്ന കാര്യമായി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് പുറത്ത് പോകാൻ ഇപ്പോഴും കേരളത്തിലൊന്നും ഒരു സേഫ്റ്റി ഇല്ല, ഒന്നുമില്ല. എത്ര റേപ്പ് കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. അപ്പം ഈ വുമൺ എംപവർ എന്ന് പറയുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, സേഫ്റ്റി എന്ന് പറയുന്നത് ആയിക്കോട്ടെ, അത് വുമൺസിന് മാത്രം ആവരുത് അതിൻ്റെ ഐഡിയോളജി ഉണ്ടാവേണ്ടത്. ഒരു സൊസൈറ്റി മൊത്തത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായി മാറുമ്പോഴേ ഇതൊക്കെ മുന്നോട്ട് വരുള്ളൂ.